എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് കുറച്ച് ക്ലാരിറ്റി വരേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയ നമ്മൾ കുറച്ച് പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്ക് ഐയെ പറ്റി പറയാം അല്ലേ? ഐയെ പറ്റി. അപ്പൊ ഐയെ പറ്റി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കൂ. ഒരു കണ്ണാടി എടുത്തു വെച്ചതിന് ശേഷം കണ്ണുകളിലേക്ക് നോക്കുക. അപ്പൊ അവിടെ നമുക്കൊരു വൈറ്റ് പാർട്ട് കാണുന്നുണ്ട്, ഒരു ഡാർക്ക് പാർട്ട് കാണുന്നുണ്ട്. ആ ഡാർക്ക് പാർട്ടിനെ നമ്മൾ കൃഷ്ണമണി എന്ന് പറയും അല്ലെ? ആ ഡാർക്ക് പാർട്ടിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു വൈറ്റ് സ്പോട്ട് കാണപ്പെടുന്നുണ്ട് അല്ലെ? ഇതൊക്കെ എന്താണ്? നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ അനാട്ടമി ഫിസിയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത് എന്താണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് പാർട്ട് ഓഫ് ഐ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. കഥ അടച്ച് വൈറ്റ് പാർട്ട് ഓഫ് ഐ. നിങ്ങളുടെ കയ്യില് ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് കണ്ണട അല്ലെങ്കിൽ ഒരു കണ്ണാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ വൈറ്റ് പാർട്ട് ഓഫ് ഐ? സ്ക്ലീറയാണ്. ഓക്കെ, സ്ക്ലീറ എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി ആ ഡാർക്ക് പാർട്ട് എന്താണ്? കൃഷ്ണമണി എന്താണ്? കൃഷ്ണമണി എന്താണ്? കോർണിയ. കോർണിയ എന്നുള്ളത് അത് കോർണിയ തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, ഈ കോർണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പറയും ഇറ്റ്സ് എ ട്രാൻസ്പെയറന്റ് ലെയർ. ഒരു സംഭവം ട്രാൻസ്പെയറന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലൈറ്റിനെ പൂർണ്ണമായിട്ട് കടത്തി വിടുന്നുണ്ടാവും. ലൈറ്റ് എവിടെങ്കിലും തട്ടി തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ലൈറ്റ് അവിടെ തട്ടി തിരിച്ചു വരുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ കോർണിയ കാണുന്നില്ല. കോർണിയ അവിടെ ഉണ്ട്, അത് കറക്റ്റാണ്. നിങ്ങളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാ? ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളൊരു കല്ല് കാണുന്നുവെങ്കിൽ ആ കല്ലിലേക്ക് സൂര്യപ്രകാശം തട്ടി തിരിച്ച് നിങ്ങളുടെ കണ്ണുകളിലേക്ക് വന്നാണ് ആ സംഭവം നമ്മൾ കാണുന്നത്. ആ റിഫ്ലക്ഷൻ വേണം. അല്ല, ആ ലൈറ്റ് എന്ന് പറയുന്നതിനെ അത് പൂർണ്ണമായിട്ടും കടത്തി വിടുവായിരുന്നെങ്കിൽ നമ്മൾ ആ വസ്തുവിനെ കാണാൻ പോകുന്നില്ല. അതാണ് ഫുള്ളി ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി அதை ഇടിക്കും, നമ്മൾ കാണത്തില്ല. ഗ്ലാസിനകത്ത് അഴുക്ക് പിടിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അത് അത്രയും ലൈറ്റിനെ കടത്തിവിടത്തില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഗ്ലാസ് ഉണ്ടെന്ന് തിരിച്ചറിയും. ഞാൻ പറഞ്ഞതിന്റെ ക്ലാരിറ്റി പിടികിട്ടിയോ? കിട്ടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? കൃഷ്ണമണി എന്താണ്? കാണുന്നുണ്ടല്ലോ, ഇറ്റ്സ് എ കളേർഡ് പാർട്ട് ഓഫ് ഐ ആണ്. ആ കളേർഡ് പാർട്ട് ഓഫ് ഐയെ നമുക്ക് പറയുന്ന പേരാണ് ഐറിസ് എന്ന് പറയുന്നത്. നിങ്ങളിതാ ഈ പിക്ചറിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഈ പിക്ചറിൽ നമ്മളിതാ ഇതൊന്ന് മാറ്റിയിട്ടോട്ടെ. ഈ പിക്ചറിൽ ഇതാ ഈ ഒരു റെഡ് ആയിട്ട് കാണപ്പെടുന്ന സ്പോട്ട് ഉണ്ടല്ലോ, ഇതാണ് ഐറിസ്. ഇതാണ് കളേർഡ് പാർട്ട് ഓഫ് ഐ. ഇതാണ് കൃഷ്ണമണിയായിട്ട് നിങ്ങൾ കാണുന്നത്. ഇനി അതിന്റെ ഉള്ളിൽ ഒരു സ്പോട്ട് വരുന്നുണ്ട്. ആ സ്പോട്ടിനെ പറയുന്ന പേരെന്താണ്? പറഞ്ഞു, എളുപ്പം പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് വ്യക്തത വരാത്ത ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. INT എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വളരെ ഈസിയാണ്, എല്ലാം എനിക്ക് അറിയാം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അറിയാമായിരിക്കും, എങ്കിലും നമ്മൾ ഇനിയുള്ള ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അതിന്റെ ഇടയിൽ കാണുന്നത് ലെൻസ്. കൃഷ്ണ UB പറഞ്ഞത് കറക്റ്റ് ആണ്. അതാണ് പ്യൂപ്പിൾ. മനസ്സിലായല്ലേ? പ്യൂപ്പിളിന് ന്യൂട്രീഷൻ കിട്ടുന്നത് എവിടുന്നാ? പ്യൂപ്പിൾ എന്ന് പറയുന്ന പാർട്ട് ഓഫ് ദ ഐക്ക് ന്യൂട്രീഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? അക്യൂസ് ഫ്ലൂയിഡ്. ഹ്യൂമർ. ആണോ? ഉറപ്പാണോ? ഇത് ബ്ലഡ് സപ്ലൈ ആണോ? കൃഷ്ണ എന്തോ പറയുന്നു? കൃഷ്ണ പോയോ? അത് ആൻസർ ചെയ്തേച്ച് ഇല്ല. ഓക്കെ, അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ആൻസർ വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
എവിടെ നിന്നാണ് പീപ്പിളിന് ന്യൂട്രീഷൻ കിട്ടുന്നതെന്ന്. ആക്ച്വലി ഞാൻ ഈ പറയുന്ന പീപ്പിൾ എന്താന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുക. പീപ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇറ്റ്സ് എ ഇമാജിനറി കൺസെപ്റ്റ്. ഇറ്റ് ഈസ് എ സ്പേസ് ബിറ്റ്വീൻ ദ ഐറിസ്. ഈ രണ്ട് ഐറിസിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ പീപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്ന സമയത്ത് പീപ്പിൾ ഈ പറഞ്ഞ ഐറിസ് അടുത്ത് വരികയും ആ സ്പേസ് കുറയുകയും ചെയ്യും. ആ സ്പേസ് കുറയുമ്പോൾ നമ്മൾ പറയും പീപ്പിൾ ചുരുങ്ങി എന്ന് പറയും. അല്ല, നമ്മളൊരു ഡാർക്ക് റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൂടുതൽ ലൈറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഐറിസ് അകന്നു കൊടുക്കും. ആ സമയത്ത് കൂടുതൽ ലൈറ്റ് ഈ പറയുന്ന ലെൻസിലേക്ക് കയറിപ്പോവും. ഗുഡ് ഈവനിങ്. ലെൻസിലേക്ക് കയറിപ്പോവും. അപ്പൊ നമ്മൾ പറയും പീപ്പിൾ വികസിച്ചെന്ന് പറയും. പക്ഷെ ഇമാജിനറി കൺസെപ്റ്റ്, അങ്ങനെ ഒരു പീപ്പിൾ ഇല്ല അവിടെ. പീപ്പിൾ മീൻസ് അങ്ങനെ ഒരു ഭാഗമായിട്ടില്ല. ഈ സ്പേസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ പീപ്പിൾ എന്ന് മെൻഷൻ ചെയ്യുന്നത്. അത് കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണ അത് മെൻഷൻ ചെയ്യുമെന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. അപ്പോ ഇപ്പോ കാര്യം പിടികിട്ടിയല്ലോ. പീപ്പിളിന് ന്യൂട്രീഷൻ കിട്ടുന്ന എവിടുന്ന് ആണ് എന്നൊരു ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവിന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെ അവരെ കളിയാക്കുന്ന രീതി പറയരുത്. മനസ്സിലായല്ലേ? അത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. വളരെ റെസ്പെക്റ്റോട് കൂടി മാഡം ഇറ്റ്സ് എ ഇമാജിനറി കൺസെപ്റ്റ്, ഇറ്റ് ഈസ് എ സ്പേസ് ബിറ്റ്വീൻ ഐറിസ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഒക്കെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അവർ ഇന്റർവ്യൂവിന് മാക്സിമം വെച്ചിരിക്കുന്ന മാർക്കിന് കിട്ടും. ഇംപ്രസ്ഡ് ആവും. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഓക്കെ. അപ്പോ നിങ്ങൾ ഇപ്പോ കണ്ണിലേക്ക് നോക്കി പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ മനസ്സിലായി. നമ്മൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണം. ഈ സ്ക്ലീറ എന്നൊക്കെ പറയുന്ന കാര്യം അങ്ങ് 7ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. 5ാം ക്ലാസ് തൊട്ട് ICSE പഠിക്കും. പിടിയിട്ടില്ലേ? പക്ഷെ ഇതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇനി നമ്മൾ പിക്ചറിലേക്ക് പോവുകയാണ്. ഇപ്പൊ കണ്ണിലേക്ക് നോക്കി എത്രയായാലും ഓക്കെ ഡിൽന. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇപ്പൊ ഈ ഒരു പിക്ചർ വ്യക്തമാണ് അല്ലേ? ഇനി ഇത് നമ്മൾ നമ്മുടെ കണ്ണുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ റിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇത് പിക്ചർ വെച്ച് പറഞ്ഞു പോകും. അത് കഴിഞ്ഞ് അതിന്റെ ഡെഫിനിഷൻ അപ്പുറത്തെ സൈഡിലുണ്ടാവും. അവിടെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോർണിയ കാണുന്നുണ്ട്. കോർണിയ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ കാണുന്ന ഈ കൃഷ്ണമണിക്ക് ഒരു ആവരണമുണ്ട്. അത് ഫുള്ളി ട്രാൻസ്പെറന്റ് ആണ്. ലൈറ്റിനെ പൂർണ്ണമായിട്ടും കടത്തി വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഒരു കാണാൻ കഴിയുന്ന വസ്തുവായിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ കോർണിയയ്ക്കും ഔട്ട്സൈഡ് ആയിട്ട് ഒരു ട്രാൻസ്പെറന്റ് ലെയർ ഉണ്ട്. അതാണ് ഫസ്റ്റ് ട്രാൻസ്പെറന്റ് ലെയർ ആയിട്ട് നിലനിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനും ഈ പറഞ്ഞ സംഭവം കടന്ന് അപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ നിൽക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കണ്ണിനകത്ത് ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. അത് കെരാറ്റൈറ്റിസ് എന്ന് പറയുന്ന ലെവലിലേക്ക് വളരുമ്പോഴത്തേക്ക് അത് സിവിയർ ഇൻഫെക്ഷൻ ആവും. അതുണ്ടാവാതെ മാക്സിമം സംരക്ഷണത്തോടു കൂടി എന്നെ വീഴ്ത്തിയതിനു ശേഷം അകത്തേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത സെക്കൻഡ് ട്രാൻസ്പെറന്റ് ലെയർ ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മൾ ഈ പറഞ്ഞ കോർണിയ എന്ന് പറയുന്നത്. ദെൻ ഈ കളയുടെ പാർട്ടാണ് ഐറിസ് എന്ന് പറയുന്നത്. അതിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ലൈറ്റ് കൊടുക്കുന്നതനുസരിച്ച് ഇത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അതിന് തൊട്ട് പിറകിൽ നിൽക്കുന്ന സംഭവമാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ ചോദിച്ച് കുട്ടികൾ തെറ്റിച്ചുള്ള ഒരു സംഭവമാണ് വാട്ട് ഈസ് എ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ പോസ്റ്റീരിയർ ചേംബർ ഓഫ് ഐ. ഐയുടെ പോസ്റ്റീരിയർ ചേംബർ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാണ്? വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ആൻസർ മിക്കവാറും കുട്ടികൾ എഴുതുന്നതാണ്. അത് തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിളാണ്. നമ്മുടെ ഐയെ രണ്ടായിട്ട് തിരിക്കുന്നു. ആന്റീരിയർ പാർട്ട് ആൻഡ് പോസ്റ്റീരിയർ പാർട്ട്. എങ്ങനെയൊക്കെയാ തിരിക്കുന്നത് എന്ന് പറഞ്ഞേ? ആന്റീരിയർ പാർട്ട് ആൻഡ് പോസ്റ്റീരിയർ പാർട്ട്. എങ്ങനെയാ തിരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ലെൻസിന്റെ ഫ്രണ്ടിലുള്ള പോർഷനെ ആന്റീരിയർ പാർട്ട് എന്നും ലെൻസിന്റെ പിറകിലുള്ള പോർഷനെ നമുക്ക് പോസ്റ്റീരിയർ പാർട്ട് എന്നും പറയാം. ഇനി ചേംബർ എന്നുള്ള രീതിയിലേക്ക് തിരിക്കുന്നത് ലെൻസിന്റെ ഫ്രണ്ടിലുള്ള പോർഷനെയാണ്. ലെൻസിന്റെ ഫ്രണ്ടിലുള്ള പോർഷൻ അവിടെ തന്നെ ഒരു ബോർഡർ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഐറിസ് എന്ന് പറയുന്നത്. ഈ ഐറിസ് എന്ന് പറയുന്നത് ഒരു ബോർഡർ ആയിട്ട് വെച്ചുകൊണ്ട് ഐറിസിനും ലെൻസിനും ഇടയിലുള്ള സ്പേസും ഐറിസിന്റെ ഫ്രണ്ടിലുള്ള സ്പേസുമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നു. ഐറിസിനും കോർണിയയ്ക്കും ഇടയിലുള്ള സ്പേസും ഐറിസിനും ലെൻസിനും ഇടയിലുള്ള സ്പേസുമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നു. അവിടെ ഐറിസിനും കോർണിയയ്ക്കും ഇടയിലുള്ള ആ സ്പേസിനെ
നമ്മൾ ആന്റീരിയർ ചേംബർ എന്നും ഐറിസിന് ലെൻസിനും ഇടയിലുള്ള ആ സ്പേസിനെ പോസ്റ്റീരിയർ ചേംബർ എന്നുമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ഇനി നിങ്ങൾ തന്നെ പറയുക, വാട്ട് ഈസ് എ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ പോസ്റ്റീരിയർ ചേംബർ ഓഫ് ഐ? നമുക്കറിയാം ആന്റീരിയർ പാർട്ട് ഓഫ് ഐയിൽ മൊത്തം നിലനിൽക്കുന്നത് അക്യൂസ് ഹ്യൂമർ ആണ്. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഐയില് മൊത്തം നിലനിൽക്കുന്ന വിട്രിയസ് ഹ്യൂമർ ആണ്. ഈ ആന്റീരിയർ പാർട്ടിനെ തന്നെ ഐറിസിന്റെ ഫ്രണ്ടും ബാക്കുമായിട്ട് തരംതിരിച്ചാണ് ആന്റീരിയർ ചേംബറും പോസ്റ്റീരിയർ ചേംബറുമായിട്ട് മാറ്റുന്നത്. അവിടെ ഒറ്റ ഫ്ലൂയിഡേ ഉള്ളൂ, അക്യൂസ് ഹ്യൂമർ ആണത്. ഇതൊക്കെ വലിയ കൺസെപ്റ്റുകളാണ്. കാരണം പല കുട്ടികളും തെറ്റിച്ചേച്ച് ആൻസർ കീ വരുന്ന സമയത്ത് വലിയ വിഷമത്തോടു കൂടി ഇങ്ങനെ ആൻസർ കീക്കകത്തുള്ള മിസ്റ്റേക്ക് ആണെന്നും പറഞ്ഞ് മെസ്സേജ് ചെയ്യും. മനസ്സിലായല്ലേ? ആ സമയത്ത് ഞാൻ സത്യത്തിൽ ഒന്നും മിണ്ടാറില്ല. ഇങ്ങനെയാ അങ്ങനെയാണെന്നും പറയും. കാരണം അവരോളെ നമ്മളല്ല എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾക്കൊരു ഷോക്കായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അത് മെൻഷൻ ചെയ്ത് വിട്ടോ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഞാൻ ആ സമയത്ത് പ്രതികരിക്കുന്നത്. പിടിയില്ലേ? പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ അതാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇനി ആന്റീരിയർ ചേംബർ ആൻഡ് പോസ്റ്റീരിയർ ചേംബർ ഒന്നുകൂടെ പറയണം അല്ലേ? ഡിനിമോൾ. അപ്പൊ ആന്റീരിയർ പാർട്ട് ഓഫ് ഗുഡ് ഈവനിങ് കുഴപ്പമില്ല, കേട്ടിരുന്നാൽ മതി കേട്ടോ. ഈ ലെൻസിന്റെ ഫ്രണ്ടിലുള്ള പോർഷനെ ആന്റീരിയർ പാർട്ടെന്നും ലെൻസിന്റെ പിറകിലുള്ള പോർഷനെ പോസ്റ്റീരിയർ പാർട്ടെന്നും പറയുന്നു. ഒറ്റ കാര്യം, ആന്റീരിയർ പാർട്ട് ഓഫ് ഐയില് അക്യൂസ് ഹ്യൂമറുമാണ് കാണുന്നത്, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഐയില് വിട്രിയസ് ഹ്യൂമറുമാണ് കാണുന്നത്. ഇത്രയും കാര്യത്തിനകത്ത് വ്യക്തത കുറവൊന്നുമില്ലല്ലോ. പിന്നെ ആന്റീരിയർ പാർട്ടിലേക്ക് വരുമ്പോ ഒരു വാള് പോലെ ദാ നിൽക്കുന്ന ഐറിസ്, അതൊരു ബോർഡറായിട്ട് കണക്ക് കൂട്ടി അതിനെ രണ്ട് ചേംബറായിട്ട് തിരിക്കുകയാണ്. ഐറിസിന്റെ ഫ്രണ്ടിലുള്ള പോർഷനെ ആന്റീരിയർ ചേംബർ എന്നും ഐറിസിന്റെ പിറകിൽ ലെൻസ് വരെയുള്ള പോർഷനെ പോസ്റ്റീരിയർ ചേംബർ എന്നും തരംതിരിക്കുന്നു. ഡിനിമോളിന് കിട്ടിയോ? ഡിനിമോളിന് മനസ്സിലായോ? ക്ലിയർ? സോ ആന്റീരിയർ ചേംബർ ആയാലും പോസ്റ്റീരിയർ ചേംബർ ആയാലും ഒറ്റ ഫ്ലൂയിഡേ ഉള്ളൂ, ദാറ്റ് ഈസ് അക്യൂസ് ഹ്യൂമർ. ഇതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ്, നത്തിങ് എൽസ്. ഓക്കെ, ഇനി നമ്മൾ സ്ക്ലീറ എന്ന്